5 വർഷം കൊണ്ട് UDF സർക്കാർ നൽകിയ പെൻഷൻ തുക 9,311 കോടി രൂപയാണ്. എന്നാൽ ഈ മാസം വരെ 2020 നവംബർ വരെ ഈ സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനായി മാത്രം നൽകിയത് 27,417 കോടി രൂപയാണ്. ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷനുണ്ട്, അത് 3,099 കോടി രൂപ ഇതിന് വേറെയാണ്, ഇതിന് പുറമെയാണ്, അതും നൽകിയിട്ടുണ്ട്. അങ്ങനെ ആകെ നോക്കിയാൽ 30,515 കോടി 91 ലക്ഷം രൂപ ക്ഷേമ പെൻഷനുകളായി LDF സർക്കാർ ഈ നവംബർ വരെ 2016 മുതലുള്ള കാലെടുത്താൽ നൽകിയിട്ടുണ്ട്. ഇനി പരിശോധിക്കേണ്ട കാര്യം, കേന്ദ്ര ഗവൺമെന്റ് സഹായം കൊണ്ടാണ് ക്ഷേമ പെൻഷനുകൾ മൊത്തം കൊടുക്കുന്നത് എന്ന പ്രചരണത്തിന്റെ യഥാർത്ഥ വശമാണ്. കേന്ദ്ര സർക്കാരിന്റെ NSAP പദ്ധതിയുണ്ട്. ആ പദ്ധതി പ്രകാരം 14,90,000 പേർക്ക് 300 രൂപ മുതൽ 500 രൂപ വരെ പെൻഷനായി നൽകുന്നുണ്ട്. ആ തുക ഒഴിച്ചാൽ ഇവർക്ക് ലഭിക്കേണ്ട 900 മുതൽ 1,100 വരെയുള്ള സംഖ്യ സംസ്ഥാന സർക്കാരാണ് നൽകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ യാതൊരു സഹായവുമില്ലാതെയാണ് 37,50,000 പേർക്കുള്ള പെൻഷൻ സംസ്ഥാന ഗവൺമെന്റ് വിതരണം ചെയ്യുന്നത്. അപ്പൊ ഈ കേന്ദ്രത്തിന്റെ വകയാണ് ഇതെല്ലാം എന്ന് പ്രചരിപ്പിക്കുന്നവർ കാണേണ്ട ഒരു വസ്തുത, 37,50,000 പേർക്ക് പെൻഷൻ പൂർണ്ണമായി നൽകുന്നത് സംസ്ഥാന സർക്കാർ തന്നെ. 14,90,000 പേർക്കാണ് കേന്ദ്രത്തിന്റെ വിഹിതമുള്ളത്. അത് 300 രൂപ മുതൽ 500 രൂപ വരെയുണ്ട്. അങ്ങനെ നോക്കിയാല് ആ 300 രൂപ മുതൽ 500 രൂപ വരെ കേന്ദ്ര വിഹിതം മേടിക്കുമ്പോൾ 900 മുതൽ 1,100 വരെ നൽകുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇതെല്ലാമാണ് വസ്തുതകൾ. ഇത്രയും വസ്തുതകൾ ഉണ്ടായിരിക്കെ ജനങ്ങളെ കബളിപ്പിക്കാൻ, അവരുടെ കണ്ണിൽ പൊടിയിടാൻ, ഈ സർക്കാർ നടപ്പാക്കിയ ജനോപകാരപ്രദമായ പ്രവർത്തനങ്ങളെ വില കുറച്ച് കാണിക്കാൻ, ഈ സർക്കാർ നടപ്പാക്കിയതിന്റെ ഭാഗമായി സർക്കാരിന് ലഭിക്കാനിടയുള്ള ക്രെഡിറ്റ് കരസ്ഥമാക്കാൻ നമ്മുടെ സംസ്ഥാനത്തെ പ്രതിപക്ഷം ശ്രമിക്കുന്നത് എത്രമാത്രം അപഹാസ്യമാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. സത്യസന്ധതയോടെ, നട്ടെല്ലുയർത്തി, ആത്മവിശ്വാസത്തോടെ പൊതുസമൂഹത്തെ അഭിമുഖീകരിക്കാനാകാത്ത വിധം അവരുടെ രാഷ്ട്രീയം മലീമസമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊന്നും പറയാനില്ലാത്തപ്പോ നുണകളിൽ പ്രതീക്ഷ അർപ്പിക്കുന്ന ദയനീയമായ കാഴ്ച നാം കാണുന്നത്. ക്ഷേമ പെൻഷനുകൾ ഒരു കുടിശ്ശികയും ഇല്ലാതെ കൈപ്പറ്റിയ 60 ലക്ഷത്തിൽ പരം ആളുകളാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അവർക്ക് സത്യം എന്താണെന്നറിയാം. കണ്ണടച്ച് ഇരുട്ടാക്കാൻ സാധിക്കില്ല. ഇത് ഈ അസത്യം പ്രചരിപ്പിക്കുന്നവര് വൈകാതെ തിരിച്ചറിയാൻ പോവുകയാണ്. എട്ടുകാലി മമ്മൂഞ്ഞുമാരെ മനസ്സിലാക്കാനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കില്ല എന്ന് ധരിച്ചു പോകരുത് എന്ന് മാത്രമേ ഇത്തരക്കാരോട് പറയാനുള്ളൂ.